ഹായ് കൂട്ടുകാരെ, ആദം കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മാങ്ങയച്ചാറാണ്. ഒരു തട്ടിക്കൂട്ട് മാങ്ങയച്ചാർ. അതായത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് കടുകിട്ട്, കുറച്ച് വെളുത്തുള്ളി ഇട്ട്, കുറച്ച് കറിവേപ്പിലയിട്ട് നല്ലപോലെ ഇളക്കുക. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും എടുത്ത് കാണിച്ചിട്ടില്ല. അതൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ വീഡിയോകൾ ചെയ്യുന്നത്. ഇപ്പം തട്ടിക്കൂട്ടൊരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതാണ് ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്നും എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ 3 സാധനങ്ങളും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു ചെറിയ ചുവപ്പ് നിറമാകുമ്പോഴത്തേനും നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് നല്ല എരിവ് വേണം കേട്ടോ. അതുകൊണ്ട് കുറച്ച് നല്ലപോലെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്ത് അതിന് ശേഷം കുറച്ച് അത് നല്ലപോലെ ഒന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം കായപ്പൊടി ഇടുക. കായപ്പൊടി എൻ്റെ കയ്യിൽ അത്രേ ഉള്ളായിരുന്നതുകൊണ്ട് അത്രേ ഉള്ളത് ഞാനങ്ങ് ഇട്ട്. നമുക്ക് നല്ലപോലെ ഇടാം. പിന്നെ കട്ടക്കായം ഇടുന്നവരുണ്ട്, അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് മാങ്ങ നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വലിയ കഷ്ണമായിട്ടാണ് മാങ്ങ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കുക. ചിലരൊക്കെ ചിലരെന്നല്ല, ഞാനും അങ്ങനെ തന്നെ ചെറിയ കഷ്ണമായിട്ട് ഇടാറുണ്ട്. ഇതിപ്പോൾ മടി കൊണ്ടങ്ങ് വലുതായിട്ട് മുറിച്ചിട്ടെന്നേ ഉള്ളൂ. കുറച്ച് ഉപ്പുപൊടി നല്ലപോലെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് അളവുകളൊന്നും പറയുന്നതൊന്നുമില്ല. ഇനിയും വരുന്ന വീഡിയോസിൽ അളവുകളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരപ്പെല്ലാം ഇതിനകത്ത് പറ്റുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത്രയും മതി. ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി വെള്ളം ഒഴിക്കുന്നില്ല. അതിന് പകരം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കും കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ച് റെഡിയാക്കി എടുക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. എന്നാലേ എനിക്ക് മുന്നോട്ട് ഇതിന് വീഡിയോകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലതുപോലെ ഇളക്കി കുറച്ച് വിനാഗിരി ഒഴിച്ച് നമുക്ക് ഈ സമയത്ത് കുറച്ച് ഒന്ന് ചൂടാവാൻ വേണ്ടി തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.